രണ്ട് കുഞ്ഞു പെൺകുട്ടികളുടെ ദാരുണമായ മരണത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുന്ന വൃത്തികെട്ട കാഴ്ചയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളം കണ്ടത്. ആദ്യ പിണറായി സർക്കാരിനെ ആക്ഷേപിക്കാനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാനും UDFും ജമാഅത്ത് അടക്കമുള്ള സംഘടനകളും വാളയാറിലെ അമ്മയെ ഉപയോഗിച്ചു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അവരെ സ്ഥാനാർത്ഥിയാക്കി. കുട്ടിയുടുപ്പായിരുന്നു ചിഹ്നം. പക്ഷേ കാലത്തിന് ഒരു നീതിയുണ്ട്. സത്യത്തിൻ്റെ മുഖം എത്ര വൈകിയായാലും തെളിഞ്ഞു വരും. പിണറായി സർക്കാരിനെ അധിക്ഷേപിക്കാനും MP രാജേഷ്, AK ബാലൻ അടക്കമുള്ളവരെ ആക്ഷേപിക്കാനും മുന്നിട്ട് ഇറങ്ങിയവരെയെല്ലാം ഇപ്പോൾ കാണാനില്ല. എല്ലാവരും മിണ്ടാട്ടം മുട്ടി നടപ്പാണ്. കേരള പോലീസിൻ്റെ അനാസ്ഥ എന്ന് ആക്ഷേപിച്ച് CBIക്ക് കേസ് കൈമാറിയവർ ഇപ്പോൾ പ്രതിപ്പട്ടികയിലാണ്. മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നത് നോക്കി നിന്നു അടക്കമുള്ള കുറ്റങ്ങളാണ് വാളയാറിലെ അമ്മയ്ക്കെതിരെ CBI ഉയർത്തിയിരിക്കുന്നത്. അടുത്ത മാസം 25-ന് കോടതിയിൽ ഹാജരാകാൻ വാളയാർ അമ്മയ്ക്ക് CBI കോടതി സമൻസ് നൽകിയിരിക്കുന്നു. ഈ വിഷയം ഇന്ന് ഈവനിംഗ് ഡിബേറ്റ് പരിശോധിക്കുകയാണ്. ആദ്യം സാലി മുഹമ്മദ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സാലി, കോടതിയിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമൻസും കോടതി നൽകിയിരിക്കുന്നു. വിശദാംശങ്ങൾ. ഷമ്മി, കോടതി ഒരു സുപ്രധാനമായ നടപടിക്രമത്തിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മയും രണ്ടാനച്ഛനെയും കൂടി പ്രതിയാക്കി CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 9 കേസുകളാണ് ആകെയുള്ളത്. അതിൽ 6ലും ഈ വാളയാർ അമ്മ എന്ന് പറയുന്ന പെൺകുട്ടികളുടെ മാതാവും രണ്ടാനച്ഛനും പ്രതിയാണ്. 1ഉം 2ഉം പ്രതികളായി ചേർത്തിരിക്കുകയാണ്. ആ പ്രതികൾ അവരുടെ കുറ്റവിചാരണ ഘട്ടത്തിലേക്ക് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി കടക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ന് കേസ് വെച്ചിരുന്നു. ആ പോസ്റ്റ് ചെയ്തപ്പോൾ കോടതി എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനം ഈ 2 പേർക്കും സമൻസ് അയക്കുക എന്നുള്ളതാണ്. ഏപ്രിൽ 25-ന്, അതായത് അടുത്ത മാസം 25-ന് 2 പേരും CBI പ്രത്യേക കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ്. അതായത് കുറ്റവിചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഈ നടപടിക്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതിനൊരു മറുവശമുണ്ട്. നമുക്കൊക്കെ അറിയുന്ന പോലെ ഇന്നലെ കേരള ഹൈക്കോടതിയിൽ ഈ പറയുന്ന സ്ത്രീയും ഭർത്താവും, അതായത് വാളയാർ പെൺകുട്ടികളുടെ അമ്മയും രണ്ടാനച്ഛനും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. CBIയുടെ കണ്ടെത്തൽ ശരിയല്ല, CBI തങ്ങളെ മനഃപൂർവ്വം കുരുക്കുകയാണ്, മുൻധാരണയോടുകൂടിയും മറ്റ് ലക്ഷ്യങ്ങളോടും കൂടിയാണ് CBI തങ്ങളെ പ്രതി ചേർത്തിരിക്കുന്നത് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടൊരു ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി എതിർകക്ഷിയെ CBIക്ക് നോട്ടീസ് അയച്ചു. CBIയുടെ വാദം ഏപ്രിൽ 1-ന് കേൾക്കും. CBI സ്വാഭാവികമായും എന്ത് ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കാരണങ്ങളാലാണ് ഇവരെ രണ്ടുപേരെയും പ്രതി ചേർക്കേണ്ടി വന്നത് എന്ന് കോടതിയിൽ ഒന്നുകിൽ ഓപ്പൺ കോർട്ടിൽ അല്ലെങ്കിൽ സത്യവാങ്മൂലമായി സ്റ്റേറ്റ്മെൻറ്റായി കൊടുത്തുകൊണ്ട് വിശദീകരിക്കാനാണ് സാധ്യത. അതിനുശേഷം ഹൈക്കോടതി അതിൽ നിലപാടിലേക്ക് കടക്കും. അതായത് ഈ 2 പേരെയും കുറ്റപത്രത്തിൽ പ്രതികളായി ചേർത്ത നടപടി ശരിയാണ്, തുടരാം എന്ന് ഹൈക്കോടതി പറയുകയാണെങ്കിൽ ഇവർ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും വിചാരണ കോടതി. തുടർന്ന് കുറ്റവിചാരണയിലേക്ക് കടക്കും. അതാണ് നടപടിക്രമം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ ഈ കോടതിയിൽ ഹാജരാകണം എന്ന് എറണാകുളത്തെ CBI പ്രത്യേക കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു, ഉത്തരവിട്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി സമൻസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നേരത്തെ ഷബി സൂചിപ്പിച്ചത് തന്നെയാണ്. നമുക്കറിയാം, ആദ്യം കേരള പോലീസ് അന്വേഷിച്ചൊരു കേസാണിത്. കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ ചില പ്രതികളിലേക്കൊക്കെ എത്തുകയും പോലീസ് അന്വേഷണ ഘട്ടത്തിൽ ഇപ്പോൾ CBI കണ്ടെത്തിയ ചില ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയൊക്കെ ചെയ്തതാണ്, നമുക്കൊക്കെ അറിയുന്നത് പോലെ. പക്ഷേ അതിൻ്റെ തുടർ നടപടിയിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും സർക്കാരിന് അപേക്ഷ നൽകുകയും ചെയ്തു. സർക്കാർ സ്വാഭാവികമായും ഇരയുടെ മാതാപിതാക്കൾ എന്ന പരിഗണനയിൽ അവരുടെ ആവശ്യം അംഗീകരിച്ച് CBIക്ക് കേസ് കൈമാറിക്കൊണ്ട് ഉത്തരവിടുകയായിരുന്നു. അങ്ങനെ CBI കേസ് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ വിവരം കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് ആ 2 പെൺകുട്ടികളുടെയും മരണത്തിന് പ്രധാന ഉത്തരവാദി ഈ വാളയാറമ്മ എന്ന് പിന്നീട് അറിയപ്പെട്ട ഈ അമ്മയും അവരുടെ ഭർത്താവ്, അവരുടെ കാമുകൻ, അതായത് ഈ കുട്ടികളുടെ രണ്ടാനച്ഛനുമാണ് എന്നുള്ളതാണ്. പലതരത്തിൽ അവർ ഈ സാഹചര്യങ്ങളെ വിശദീകരിക്കുന്നുണ്ട് CBIയുടെ കുറ്റപത്രത്തിൽ. അതായത് ഈ പെൺകുട്ടികൾ അനുഭവിച്ചിരുന്ന ലൈംഗിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ ഇവർ അറിഞ്ഞിരുന്നു. ഈ അമ്മ അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തിരുന്നു. ഒപ്പം ഈ പെൺകുട്ടികളുടെ ആത്മഹത്യയിലേക്ക് അവരെ നയിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഇവർക്കെതിരെ നിലനിൽക്കും. ബലാത്സംഗത്തിന്, കൊച്ചുകുട്ടികളെ ബലാത്സംഗത്തിനും ലൈംഗിക പീഡനത്തിനും ഇരയാക്കുന്നതിന് ഒത്താശ ചെയ്യുകയും സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്ത അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് മറ്റു പ്രതികൾക്കെതിരെ നിലനിൽക്കുന്ന എല്ലാ കുറ്റങ്ങളും ഇവർക്കെതിരെ ചുമത്തിക്കൊണ്ടാണ് CBI കുറ്റപത്രത്തിലേക്ക് കടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം
നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇവരാദ്യം ഇരയായി സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ആ ഇരവാദം ഉന്നയിച്ച് രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു സ്ത്രീയാണ്. ആ രാഷ്ട്രീയമായി അവരെ UDFും BJPയും കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് ഈ വാളയാർ അമ്മയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നതടക്കമുള്ള രാഷ്ട്രീയ നടപടികളിലേക്ക് ചില ആളുകൾ കടക്കുകയൊക്കെ ചെയ്തു. അത് വലിയ വിവാദമൊക്കെ ആയതാണ്. പക്ഷേ അതിനുശേഷം CBI നടത്തിയ കണ്ടെത്തലുകളാണ് പിന്നീട് പലരുടെയും ഉത്തരം മുട്ടിച്ചത്. ഈ വാളയാർ അമ്മയെ കേരളത്തിൻ്റെ മുന്നിൽ ചുമന്നുകൊണ്ട് നടന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ എതിരാളി CPMൻ്റെയും LDFൻ്റെ രാഷ്ട്രീയ എതിരാളികൾ, അതായത് UDFും BJPയും അക്ഷരാർത്ഥത്തിൽ നിശബ്ദരാണ്. ആ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പം നിയമവഴികൾ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണമല്ല, ഇവരാവശ്യപ്പെട്ട പ്രകാരം കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്തിയ CBI നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ കുറ്റവാളികളാണ് എന്ന തരത്തിലേക്ക് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സ്വന്തം മക്കളെ 9ഉം 11ഉം വയസ്സായ 2 മക്കളെ കാമുകന് കാഴ്ചവെക്കുന്ന ഏറ്റവും നികൃഷ്ടമായ ശൈലിയിലേക്ക് നിലപാടിലേക്ക് പോയൊരു സ്ത്രീയാണവർ എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും അവർ കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലേ എന്നുള്ളതൊക്കെ കുറ്റവിചാരണ ഘട്ടത്തിൽ കുറ്റവിചാരണ പൂർത്തിയാക്കി വിചാരണ കോടതി വിധി പറയുമ്പോൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഈ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഇന്ന് കടന്നിരിക്കുന്നത്. ഈ പ്രതികൾ കോടതിയിൽ നേരിട്ട് ഹാജരാകണം. ഇക്കാലം അത്രയും ഇരകളായി നടിച്ചിരുന്നവർ പ്രതികളായി കോടതിയിലേക്ക് എത്താൻ പോകുന്നു ഏപ്രിൽ 25 എന്നുള്ളതാണ് ഇന്നത്തെ കോടതി ഇടപെടലിൻ്റെ സാരാംശവും പ്രാധാന്യവും. ഷമി, സാലി, നമുക്കൊരു പൊതുസമൂഹത്തിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് CBIയുടെ കണ്ടെത്തലായി വന്നിട്ടുള്ളത്. ഒരമ്മയും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഈ അമ്മ ചെയ്തിട്ടുള്ളത്. നമുക്കത് പറയാൻ കഴിയില്ല. പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിൽ തൻ്റെ മക്കളോട് പെരുമാറിയ ഒരമ്മയാണ് സമൂഹത്തിന് മുന്നിൽ ഇരവാദവുമായി ഇറങ്ങിയത് എന്നുള്ളത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് കോടതി തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ CBIയുടെ കണ്ടെത്തലുകൾ അത് ഏതൊരു മനസ്സിനെയും വേദനിപ്പിക്കുന്നതാണ്. സാലി, അതായത് 2017 ജനുവരി 13 മൂത്ത പെൺകുട്ടി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. തുടർന്ന് 56ാമത്തെ ദിവസം ഇളയ കുട്ടി 9 വയസ്സുകാരിയും തൂങ്ങി മരിച്ചു. അതാണ് ഈ കേസിൻ്റെ കാതൽ. അങ്ങനെയാണ് നിരവധി കേസുകൾ, പല FIRകൾ ഇതിലുണ്ടാകുന്നത്. അതെല്ലാം അന്വേഷിച്ച് കേരള പോലീസ് ചില നിഗമനങ്ങളിലേക്ക് എത്തുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അതിനിടെ അപ്പോഴാണ് കേരള പോലീസിൻ്റെ അന്വേഷണം പോരാ എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ഈ സ്ത്രീ തന്നെ കോടതിയെ സമീപിക്കുകയും ഒപ്പം സർക്കാരിനെ സമീപിക്കുകയും ചെയ്തു CBI അന്വേഷണത്തിലേക്ക് എത്തുന്നത്. അതാണ് അതിൻ്റെ നിയമം. അതിൻ്റെ നിയമവശവും കടന്നു വന്ന വഴികളും അതാണ്. അതിൻ്റെ പൊളിറ്റിക്സ്, രാഷ്ട്രീയമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ കേസ് ആളിക്കത്തുന്നത്. UDF, BJP, ജമാഅത്ത് ഇസ്ലാമി, SDP പോലെയുള്ള ഈ അതിതീവ്ര വർഗീയ സ്വഭാവമുള്ള സംഘടനകൾ, ഈ അതിതീവ്ര ഇടതുപക്ഷം പറയുന്ന CPM വിരോധികൾ, അങ്ങനെ ഒരു മഴവിൽ സഖ്യം ഇവിടെ രൂപപ്പെടുകയും ആ സഖ്യം CPMനും LDFനും പിണറായി വിജയനും സർക്കാരിനുമെതിരെ ഇതൊരായുധമാക്കുകയും ചെയ്തൊരു കേസാണത്. പോലീസ് അന്വേഷണം ഒരു വഴിക്ക് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം രാഷ്ട്രീയ ഇടപെടലുകളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നത്. ആ കേസിൽ പൂർണ്ണമായും സർക്കാരിനെയും CPMനെയും LDFനെയും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മഴവിൽ സഖ്യം ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ വലിയ തോതിൽ കൊണ്ടാടിയതാണ്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് ഇവരെ, ഈ സ്ത്രീയെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത്. ആ UDFും BJPയും നിർലോഭം അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തു. ആ സ്ത്രീ തന്നെയാണ് ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ നിൽക്കുന്നത്, പ്രതിയായി പൊതുസമൂഹത്തിന് മുന്നിൽ മാത്രമല്ല നിയമത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയവും നിയമപരമായ പ്രാധാന്യം. ഏതായാലും വരുന്ന ആളുകളിൽ ഇത് വലിയ ചർച്ചയാവും. അതിൻ്റെ വിധി എന്താകും എന്നുള്ളത് ഒരു വശം. വിധി എന്തായാലും CBIയുടെ കണ്ടെത്തലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. CBI ഇപ്പോൾ CBI ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രാധാന്യം. കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണെങ്കിൽ ഈ UDFനും പ്രതിപക്ഷത്തിനും മറിച്ചൊരു ആരോപണം ഉന്നയിക്കാമായിരുന്നു. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ സംഘം, അന്വേഷണ ഉദ്യോഗസ്ഥർ, പോലീസ്, സംസ്ഥാന പോലീസ് ഇത്തരത്തിൽ ഈ കേസ് കെട്ടിച്ചമയ്ക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം ഇനിയില്ല. ഇവരൊക്കെ അംഗീകരിക്കുന്ന CBI, കേന്ദ്ര അന്വേഷണ ഏജൻസി, ഇതിൽ വിശദമായ അന്വേഷണം നടത്തി നിരവധി ആളുകളെ ചോദ്യം ചെയ്ത് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ പരിശോധനകളും എല്ലാം നടത്തിയതിന് ശേഷം എത്തിയൊരു നിഗമനം ഇതാണ്: ഈ പെൺകുട്ടികളുടെ ആത്മഹത്യയിൽ, ഒരുപക്ഷെ കൊലപാതകമാകാം, ആത്മഹത്യയിൽ
ഈ മാതാപിതാക്കൾക്ക്, അതായത് കുട്ടിയുടെ അമ്മയ്ക്കും രണ്ടാനച്ഛനും പങ്കുണ്ട് എന്നുള്ളതാണ് CBIയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തലാണ് അതിൻ്റെ നിയമവശം. അതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളാണ് അതിൻ്റെ രാഷ്ട്രീയ വശം. ഏതായാലും വരുന്ന ആളുകളിൽ ഈ വിചാരണഘട്ടത്തിലുടനീളം ഇത് കേരളത്തിൽ സജീവ ചർച്ചയാവും എന്ന കാര്യം ഉറപ്പാണ്. കോടതി എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഹൈക്കോടതിയുടെ കേസ് പരിഗണനയിലും ഈ കേസ് ഇപ്പോഴും ഇരിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഏപ്രിൽ 1 ഹൈക്കോടതി ഇവരുടെ ഹർജി പരിഗണിക്കുന്നുണ്ട്. അവരുടെ ആക്ഷേപം CBI നിക്ഷിപ്ത താല്പര്യങ്ങളോട് തങ്ങൾ പ്രതികളാക്കി എന്നുള്ളതാണ്. അതൊക്കെ കോടതി പ്രാഥമിക പരിശോധന നടത്തിയതിനു ശേഷം തീരുമാനത്തിലേക്ക് എത്തും. ആ ഹൈക്കോടതി തീരുമാനത്തിന് അനുസൃതമായി സമരകാലത്ത് അടുത്ത ഘട്ടത്തിലേക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന നമ്മൾക്കൊന്ന് കേൾക്കാം. ഉത്തർപ്രദേശും കേരളവും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? യോഗിയും പിണറായിയും തമ്മിൽ എന്ത് വ്യത്യാസം? പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട എവർക്കുണ്ടായ ദുര്യോഗം, അവരുടെ കണ്ണുനീർ കേരളത്തിന്റെ കണ്ണുനീരാണ്. അവരുടെ വേദന കേരളത്തിന്റെ വേദനയാണ്. സാലി, ഇപ്പോൾ നിതിൻ കണിച്ചേരിയും ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രൻ കൂടി ചേരുകയാണ്. ആദ്യം നിതിൻ കണിച്ചേരിയിലേക്ക്. നിതിൻ, ഈ വാളയാർ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന പാർട്ടിയാണ് പാലക്കാട്ടെ CPIM. പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങി ആരോപണങ്ങളുടെ ഒരു പെരുമഴ നിങ്ങൾക്ക് നേരെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ കാലത്തിൻ്റെ ഒരു കാവ്യനീതി പോലെ എല്ലാം തെളിഞ്ഞു വരികയാണ്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഒന്നുമില്ല, എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അവസാനം സത്യം പുറത്തേക്ക് വരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ വാളയാർ കേസ്. ഇപ്പോൾ വാളയാർ കേസിൽ CBI കണ്ടെത്തി കുറ്റപത്രത്തിൽ 6 കേസുകളിലാണ്, CBI രജിസ്റ്റർ ചെയ്തിട്ടുള്ള 9 കേസുകളിൽ 6 കേസുകളിലും ഈ കുട്ടികളുടെ അമ്മ എന്ന് വിളിക്കുന്ന സ്ത്രീയെയും അവരുടെ ഒപ്പം താമസിക്കുന്ന പുരുഷനെയും പ്രതി ചേർത്തിട്ടുള്ളത്. ഈ കേസ് ആദ്യത്തെ കുട്ടി മരണപ്പെട്ട് ആ സമയത്തു തന്നെ ഇവരുടെ കുടുംബ സാഹചര്യത്തെ സംബന്ധിച്ചും ഈ വീട്ടിൽ ആ കുട്ടികൾ തുടർന്ന് ഉള്ള കുട്ടികൾ അവിടെ താമസിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചുമൊക്കെ അന്നു തന്നെ ആ പ്രദേശത്തെ ജനങ്ങളും ജനപ്രതിനിധി എന്നുള്ളതിൽ ഞാൻ അന്ന് ആ സമയത്ത് ആ പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിക്കുന്നയാളാണ്. ഞങ്ങളുമൊക്കെ അന്ന് ഈ ആശങ്ക പങ്കുവച്ചതാണ്. ജനുവരി മാസം 13-ാം തീയതി 2017 വർഷത്തിൽ ആദ്യത്തെ കുട്ടിയുടെ ആത്മഹത്യ നടക്കുന്നു. അത് കഴിഞ്ഞ് മാർച്ച് മാസം 3-ാം തീയതി രണ്ടാമത്തെ കുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നു. ആ സമയത്തു തന്നെ ആ കുട്ടിയുടെ സംസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നാട്ടുകാർ ഈ സ്ത്രീക്കെതിരായും ഈ സ്ത്രീയുടെ കൂടെയുള്ള പുരുഷനെതിരായിട്ടുമൊക്കെ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തിയിരുന്നതാണ്. പക്ഷേ പിന്നീട് ആ സമയത്തൊന്നും ഇത് ആ നിലയിലായിരുന്നില്ല കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി കേരളത്തിനകത്ത് ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഇത് CPM-നെതിരായും ഇടതുപക്ഷ സർക്കാരിനെതിരായും തിരിക്കാൻ കഴിയുമോ എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ UDF-ഉം BJP-യും, അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ പ്രദേശത്തുള്ള ഒരാളുണ്ടായിരുന്നില്ല. ഈ പ്രദേശത്തെ വാളയാർ ഭാഗത്തെ ഏതെങ്കിലും BJP പ്രവർത്തകരോ കോൺഗ്രസ് പ്രവർത്തകരോ ഒന്നും ഈ കോൺഗ്രസും BJP-യും നടത്തിയ സമരത്തിനൊന്നും അനുകൂലമായിരുന്നില്ല. പക്ഷേ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇത് വാളയാറിലെ 2 പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ ഒരു സമരം അല്ലെങ്കിൽ തെറ്റായ രൂപത്തിലുള്ള ചില പ്രചരണങ്ങൾ കൊണ്ടുവരികയും ഈ സ്ത്രീയെ അന്ന് 2021 തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഖാവ് പിണറായി വിജയനെതിരായി ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാക്കി പ്രചരണം നടത്തുകയും കേരളത്തിലെ മറ്റു ചില മണ്ഡലങ്ങളിലുമൊക്കെ ഈ സ്ത്രീയെ കൊണ്ടുപോയി പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തത് UDF-ന്റെ രാഷ്ട്രീയ നേതൃത്വമാണ്. യഥാർത്ഥത്തിൽ ഈ സമയത്ത് UDF-ന്റെ രാഷ്ട്രീയ നേതൃത്വവും BJP-യും കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. ഇത്തരത്തിൽ 2 കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വന്ന 9-ഉം 11-ഉം വയസ്സിൽ ആ കുട്ടികൾ അതിനിടയിൽ അനുഭവിക്കേണ്ടി വന്ന വേദന ചെറിയ വേദനയല്ല. അതിന് കാരണക്കാരായ ഈ സ്ത്രീയെയും ഈ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പുരുഷനെയും മുൻനിർത്തി അവരുടെ തലമുണ്ടനം ചെയ്ത നാടകം, പാലക്കാട് നഗരത്തിൽ വലിയ സമരം, അവിടെ നിന്ന് നീതി തേടിയുള്ള യാത്ര എന്നുള്ള നിലയിലുള്ള പ്രചരണം, ഇതെല്ലാം നടത്തിയത് UDF-ൻ്റെയും BJP-യുടെയും നേതൃത്വത്തിലാണ്. ഒരു ഘട്ടത്തിൽ പിന്നീട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാനായി രംഗത്ത് വന്നത്
കേരളത്തിലെ ഇത്തരത്തിലുള്ള ഇടതുപക്ഷത്തിനെതിരായി എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു വിഷയം കിട്ടിയാൽ അതിനെ വലിയ നിലയിൽ പെരുപ്പിച്ച് അവതരിപ്പിക്കാൻ പരിശ്രമിക്കുന്ന അങ്ങേയറ്റത്തെ നീച സ്വഭാവമുള്ള മനസ്സുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ, നീലകണ്ഠൻ, ഈ രണ്ടാളുകളാണ് പിന്നീട് ഈ സമരസമിതി എന്നുള്ള നിലയിൽ ഈ സ്ത്രീയെയും അവരുടെ കൂടെയുള്ള പുരുഷനെയും ഏറ്റെടുക്കുന്നത്. വലിയ പണപ്പിരിവാണ് ഈ പാലക്കാടും കേരളത്തിലാകെയും ഇവർക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. ആ പണത്തിൻ്റെ സ്രോതസ്സുകളെക്കുറിച്ച് ഈ ഘട്ടത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഇവരുടെ പങ്കിനെക്കുറിച്ച്, ഈ കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ കേസിൻ്റെ നാൾവഴികളിലേക്കും അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി വിചാരണ നടന്ന് തീരുമാനമെടുക്കേണ്ടത് CBI കോടതിയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CBI ഇവരെ കുറ്റവാളിയാക്കി അല്ലെങ്കിൽ കുറ്റവാളികളാണ് എന്ന് കണ്ട് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയതിന് ശേഷവും ഈ ആളുകളെ ഉപയോഗപ്പെടുത്തി പല നിലയിൽ സമരം സംഘടിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ കോടതിക്കെതിരായിട്ടും ഒക്കെ തന്നെ നീക്കം നടത്തുന്നതിന് ഈ CR നീലകണ്ഠനും ജയശങ്കറും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്യാതെ പോകരുത്. ഈ ഇടതുപക്ഷത്തിനെതിരായി ഈ സ്ത്രീയെയും പുരുഷനെയും കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇപ്പോൾ ഈ വാർത്ത കണ്ടതായി നടിക്കുന്നില്ല. കൈരളി മാത്രമാണ് ഇത് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകുന്നത്. ഇന്നലെ വരെ ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായി നീക്കം നടക്കുമ്പോൾ തലമുണ്ടനം ചെയ്ത് 1-ാം പേജിലായിരുന്നു വാർത്ത. മണിക്കൂറുകളോളം കേരളത്തിൽ ചർച്ച നടന്നിരുന്നു ചാനലുകളിൽ. ഇപ്പോൾ ആ ഒരു ചാനലുകളും മിണ്ടാട്ടമില്ല. CBIയുടെ കോടതി കേസ് അന്വേഷിച്ച് ഈ 6 കേസുകളിൽ ഇവർ പ്രതിയാക്കിയിട്ടുള്ളത് CBI ആണ്. 25-ാം തീയതി ഏപ്രിൽ 25-ന് ഇവർ കോടതിയുടെ മുമ്പിൽ ഹാജരാകണം. എന്തിന്? സ്വന്തം പെൺകുട്ടികളെ മറ്റ് ബന്ധുക്കളായ പുരുഷന്മാർക്ക് കാഴ്ചവെച്ചു എന്നുള്ളതാണ് CBI കുറ്റപത്രത്തിൽ കണ്ടെത്തിയിട്ടുള്ളതായി മനസ്സിലാക്കുന്നത്. അമ്മ എന്ന പദത്തിന് പോലും അല്ലെങ്കിൽ അതിന് അമ്മ എന്ന വിശേഷണം പോലും അർഹിക്കുന്നൊരു സ്ത്രീയല്ല ഈ കുട്ടികളുടെ. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ഈ ആദ്യത്തെ കുട്ടിയുടെ മരണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിലെ ടീച്ചർ ഇവരെ വിളിച്ചിരുന്നു. ഈ രക്ഷിതാക്കളെ വിളിച്ച് ഈ കുട്ടികൾക്കുള്ള ചില പ്രയാസങ്ങൾ സംസാരിക്കുന്നതിന് വിളിച്ചിരുന്നു. ഇവർ പോയില്ല എന്ന് മാത്രമല്ല, സ്കൂൾ അധികൃതർ സ്കൂളിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ആ അധ്യാപകരെ കേട്ടാലറയ്ക്കുന്ന തെളിവിളിക്കുകയാണ് ഇവർ ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ കേസിൽ പോലീസിനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ അനുകൂലമായി മൊഴി കൊടുക്കുന്നതിന് ഇവർ രണ്ടുപേരും തയ്യാറായില്ല. ഏത് ഘട്ടത്തിലാണ് ഇവർ പിന്നീട് ഇപ്പം പറയുന്നത് പോലെയുള്ള ചില നീതി തേടിയുള്ള യാത്ര തുടങ്ങിയത്? അത് രാഷ്ട്രീയമായി ചില ആളുകൾ ഇടപെടുകയും അതിൻ്റെ പേരിലുള്ള വലിയ പണപ്പിരിവ് നടത്തുകയും ആ സാമ്പത്തിക സ്രോതസ്സൊക്കെ വന്നപ്പോഴുമാണ്. ഇവരുടെ അടുത്ത ബന്ധുക്കൾ ഇവരെ തള്ളി പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുകയും അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻ്റൊക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനെതിരായി ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രചരണങ്ങളുടെയും ഗതി ഇതുതന്നെയായിരിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണിത്. ഇത്തരത്തിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തെ സത്യസന്ധമായി സമീപിക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാന മാധ്യമധർമ്മമാണ്, അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. പക്ഷേ CPMനെതിരായി ഇടതുപക്ഷത്തിനെതിരായി എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഉടൻ അതിൻ്റെ സത്യം അന്വേഷിക്കുന്നതിനേക്കാൾ CPMനെതിരായി ഇടതുപക്ഷത്തിനെതിരായി പ്രചരണം നടത്താൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണിത്. ഈ കേസിൽ CBI കണ്ടെത്തിയിട്ടുള്ള വസ്തുതകൾ വിചാരണ കോടതിയിൽ വിചാരണ നടക്കുകയും ഈ കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്യും. വ്യക്തിപരമായൊരു അഭിപ്രായം എന്നുള്ള നിലയിൽ പറയാനുള്ളത്, അടിയന്തരമായി തുറങ്കലടക്കേണ്ടവരാണ് ഇവരെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് തുറങ്കലടക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം കൂടുതൽ കുഴപ്പങ്ങൾ ഇവരുണ്ടാക്കും എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. എന്താ വെച്ചാൽ ഇവരെ അങ്ങനെ സഹായിക്കുന്ന ഒരു വലിയ നെക്സസ് ഈ കേരളത്തിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. CR നീലകണ്ഠനെ പോലെ, ജയശങ്കറിനെ പോലെ പണം കിട്ടിയാൽ അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ചില ആളുകൾ ഇവരുടെ പുറകിലുണ്ട്. അവർ ഏത് വിധേനയും ഇതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും എന്നുള്ളതെല്ലാം സത്യമാണ്. പിന്നെ വ്യക്തിപരമായി ഒരുപാട് ആരോപണങ്ങൾ ഈ വിഷയവുമായി കേട്ടിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം. പക്ഷെ ഞാൻ പറഞ്ഞു, അതിനൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. എന്താ വെച്ചാൽ അടിസ്ഥാനപരമായി സത്യം വിജയിക്കും എന്നതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. CPM പ്രവർത്തകർ, നമ്മുടെ പാർട്ടിയും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണവും തെളിവുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വസ്തുതകൾ. ഇതിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ M. ജയചന്ദ്രൻ കൂടി ചേരുന്നു. ജയചന്ദ്രൻ, കേരളത്തിലെ മാധ്യമങ്ങൾ
ഇത്രയും വൈകാരികമായി ആളിക്കത്തിച്ച മറ്റൊരു വിഷയമല്ല. 2 കുഞ്ഞു പെൺകുട്ടികൾ, അവരുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ രക്ഷിക്കാൻ CPIM നേതാക്കൾ ഇടപെടുന്നു. ഇതായിരുന്നു ആ ഒരു ചർച്ചയുടെ ആത്യന്തികമായ ഒരു ക്രക്സ് എന്ന് പറയുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് CBIയുടെ കുറ്റപത്രമോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ട ഭാവമില്ല, ആ വാർത്തയുമില്ല. പക്ഷേ മാധ്യമധർമ്മം എന്നൊരു സാധനമില്ലേ? നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ ഒരു വാർത്തയ്ക്ക് ഒരു ബേസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകേണ്ടേ? അതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന വേണ്ടേ? അത് പരിശോധിച്ചിട്ട് വേണ്ടേ വാർത്തകൾ നൽകാൻ? അതല്ലേ ഒരു മാധ്യമധർമ്മം, ഏത് രാഷ്ട്രീയമോ ആയിക്കോട്ടെ. അങ്ങനെ ഒരു കാര്യം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ 2 പേരുകൾ ഇവിടെ നിതിൻ പറയുകയും ചെയ്തു. അവരായിരുന്നു ഈ ചർച്ചകൾക്കൊക്കെ മാധ്യമങ്ങളിൽ നേതൃത്വം നൽകിയത്. ജയചന്ദ്രൻ. അതെ, നിതിൻ പറഞ്ഞ ആ 2 പേരുകൾ വളരെ പ്രസക്തമായ പേരുകളാണ് എന്നുള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട വശങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് കാണാതിരുന്നുകൂടാ ഷമ്മി. ഇതില് പ്രതിസ്ഥാനത്ത് ആരെയാണ് നിർത്തിയിരുന്നത്? പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയായിരുന്നു. പിണറായി വിജയനാണല്ലോ ആഭ്യന്തരകാര്യമന്ത്രി. ആ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ പോലീസ് ഭരണം അടിമുടി തെറ്റാണെന്ന് മാത്രമല്ല ഗുരുതരമായ പിഴവ് വന്നിരിക്കുന്നു. അത്തരത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം 2 പെൺകുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഒരവസ്ഥ കേരളത്തിൽ മുമ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത്തരത്തിലൊരു വലിയ ഗുരുതരമായ സംഭവ വികാസത്തിന് വഴിവെച്ചത് പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ്, പോലീസാണ്. അപ്പൊ ആ പോലീസിനെ നയിക്കുന്ന പിണറായി വിജയനെതിരെ കേരളത്തിൽ ഉടനീളം, ധർമ്മടത്ത് മാത്രമല്ല കേരളത്തിൽ ഉടനീളം ജനവികാരം ഉണരണം. അതുകൊണ്ട് തന്നെ ഇവർ വാളയാറിന്റെ അമ്മയല്ല, ഈ 2 പെൺകുട്ടികളുടെ അമ്മയല്ല, കേരളത്തിന്റെ അമ്മയാണ്. ആലോചിക്കണം, കേരളത്തിന്റെ അമ്മയാണ് അഭിസാരികയായ സ്ത്രീ എന്നായിരുന്നു പ്രചരണം. അങ്ങനെയാണല്ലോ കേരളം മുഴുവൻ എടുത്തു പിടിച്ചു കൊണ്ടു നടന്നത്. അതിന് ഏറ്റവും മുന്തിയ പ്രചാരമുള്ള മനോരമ 1-ാം സ്ഥാനത്ത്, ഞാൻ മുമ്പേ എന്ന മട്ടിൽ ബാക്കിയുള്ള പ്രിന്റ് മീഡിയയും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിനും ശക്തിയായി തന്നെ ഇലക്ട്രോണിക് മീഡിയയും സോഷ്യൽ മീഡിയയും. ഇതാണല്ലോ കേരളത്തിൽ ആ സമയങ്ങളിലൊക്കെ കണ്ടത് നമ്മൾ. എന്നിട്ട് ഇങ്ങനെ ഇത്രയും അപഹസിക്കാൻ ശ്രമിച്ചിട്ട്, ഇത് പിണറായി വിജയനെ മാത്രമല്ല പാലക്കാട്ടെ MP രാജേഷിനെയും ഗുരുതരമായി തന്നെ ഇത് പറഞ്ഞ് വേട്ടയാടിയ സന്ദർഭങ്ങൾ എത്ര അനവധിയാണ്. അപ്പൊ ഇത് ധർമ്മടവും പാലക്കാടും കൊണ്ട് നിർത്താൻ കേരളം ആകെ ഈ ഒരു ജ്വരബാധ പോലെ ഇതിനെ അങ്ങോട്ട് ഏറ്റിവിടാനായിട്ടാണ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ ശ്രമിച്ചത്. അതിന്റെ കൂട്ടത്തിൽ വഹിച്ച പങ്കാണ് മുമ്പേ പറഞ്ഞ ഈ വേതാളങ്ങൾക്കുള്ളത്. 2 പേരുടെ പേര് പറഞ്ഞില്ല, അവർക്കുള്ളത്. പക്ഷെ അത് മാത്രമല്ല നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള പ്രശ്നം. ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് ആ പേര് പറയുന്നതിൽ, അവരെ അങ്ങനെ വിളിക്കുന്നതിൽ ഒരു മടിയുമില്ല എന്ന് മാത്രമല്ല, അവരെ അതല്ലാതെ മറ്റൊരു പേര് വിളിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അഭിസാരിക എന്നല്ലാതെ. ആ അഭിസാരിക അവർ ശരീരം വെച്ച് ജീവിച്ചു എന്നുള്ളത് മാത്രമല്ല, സ്വന്തം 2 പിഞ്ച് പെൺമക്കളെ അവരെ അവരുടെ ശരീരം വിറ്റ് ഇവർക്ക് ജീവിക്കാനായി, പണം ഉണ്ടാക്കാനായി, അവരുടെ മാനാഭിമാനങ്ങളെല്ലാം വിറ്റ് തൊലച്ച് അവരെ കൊലയ്ക്ക് കൊടുത്ത ഒരമ്മയല്ല, സ്ത്രീത്വത്തിന് തന്നെ അപമാനമാണ്. സ്ത്രീത്വത്തിനും മാതൃത്വത്തിനും അപമാനമായിട്ടുള്ള ഈ സ്ത്രീ കാണിച്ചു വെച്ചതിനെല്ലാം കൈകൊട്ടി ആർത്ത് വിളിച്ച് പിണറായി വിജയനെ ഇപ്പതാ കുരിശിൽ കയറ്റണം എന്ന് പറഞ്ഞ് നടന്ന ഈ സംഘമൊക്കെ ഇപ്പൊ ഏത് മാളത്തിലാണ് പോയി ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പരസ്യമായി ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ടത് ഷമി. ഇതിൻ്റെ അകത്ത് സംസ്ഥാന ഭരണകൂടമല്ലല്ലോ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പോയത് ഈ സ്ത്രീ തന്നെയാണ്. ഇവരെ പിന്നിൽ നിന്ന് നയിച്ച കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ശ്രീ നിതിൻ ഗണിച്ചേരി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിന്റെ പിന്നിൽ വളരെ വലിയ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന ഇവിടം കൊണ്ട് മാത്രം, കേരളം കൊണ്ട് മാത്രം ഒതുങ്ങും എന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. പാലക്കാടില്ല, വാളയാറില്ല, കേരളമല്ല, അതിനും അപ്പുറത്തേക്കുള്ള ഈ മാധ്യമ ലിങ്കുകൾ തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്ന ഉറച്ച അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം കേരള മാധ്യമ ചരിത്രത്തിൽ ഇത്തരത്തിൽ നീചമായ ഒരു സംഭവം ഉണ്ടായിട്ട് എത്ര മാധ്യമങ്ങൾ തങ്ങൾക്കിങ്ങനെ തെറ്റുപറ്റി അതിൽ ഈ മാപ്പ് ചോദിക്കുകയൊന്നും വേണ്ട,
അതിൽ പശ്ചാത്താപമുണ്ട് എന്നെങ്കിലും പറയാൻ തയ്യാറായ ഈ മീഡിയ ഹൗസുകളുണ്ടോ, മാധ്യമ പ്രവർത്തകരുണ്ടോ? എല്ലാവരും ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ വാർത്തയെല്ലാം ഞങ്ങൾ കൊടുത്തു, അത് ഞങ്ങളുടെ അന്നത്തെ ശരിയായിരുന്നു എന്ന് പറഞ്ഞ് തലയെക്കെട്ടും കെട്ടി നടക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഉള്ളത്. ഈ കേസിന്റെ ഭാഗമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത എല്ലാവരും തന്നെ. അപ്പൊ ഇത് ഈ ഒരു സംസ്ഥാനത്തിനകത്ത് മാത്രം നിൽക്കുന്ന മാനങ്ങളുടെ കേസായിട്ട് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിതിൻ ഗഡ്കരി പോലുള്ളവർ ഇക്കാര്യത്തിൽ ഇതിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടലുകൾ നിയമപരമായി, CBI ആണല്ലോ കേസ് അന്വേഷിക്കുന്നത്, നിയമപരമായി ഈ കേസിനെ എങ്ങനെ നേരിടാൻ പറ്റും, ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കൂടെയുള്ള ഇടപെടലിന്റെ ഭാഗമായി എന്നുള്ളതും വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം പറച്ചിലുകൾക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഗൂഢശക്തികളെ ഒരു കാലവും പുറത്ത് വെളിച്ചം കാണാതെ അവർ അപ്പോഴും അവരുടെ കുതന്ത്രങ്ങളുമായി, നിഗൂഢ നീക്കങ്ങളുമായി വീണ്ടും ശ്രീ ജയചന്ദ്രൻ, നിതിൻ അത് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഇതിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, വലിയ തോതിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ടെന്ന് നിതിൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ അപ്പുറമുള്ള ഒരു കാര്യം, അതായത് ഈ രണ്ട് പെൺകുട്ടികളുടെ ഒരു വിഷയം ഇത്രയും വൈകാരികമായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഈ കേസ് CBIക്ക് കൈമാറുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുന്ന സമയത്താണ് കേസ് CBIക്ക് കൈമാറുന്നത്. അപ്പോൾ തന്നെ ഒരു വലിയ ആരവം ഉയർത്തിക്കൊണ്ടുവരികയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പക്ഷപാതപരമായ സമീപനം. ഇത് കാരണം ഈ കേസ് CBIക്ക് പോകുന്നു എന്ന തരത്തിലൊരു വ്യാഖ്യാനമൊക്കെ വേണമെങ്കിൽ അന്ന് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടാവാം, ആ ഒരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ടാവാം. അതിനും അപ്പുറം ഈ വിഷയം വൈകാരികമായി നമ്മുടെ ജനങ്ങളെ, ഇടതുപക്ഷ മനസ്സുള്ളവരെ പോലും പല അർത്ഥത്തിലും ഈ കേസ് സ്വാധീനിച്ചിരുന്നു. ഈ കുട്ടികളുടെ കാര്യത്തിൽ CPIM ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇടപെട്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പല കോണുകളിൽ നിന്ന് ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കാലത്ത് ഇതൊരു പ്രതിസന്ധിയായി മുന്നിൽ വന്നിരുന്നോ നിതിൻ? നോക്കൂ, ഞാൻ പറഞ്ഞില്ല, ഈ വിഷയം ഉണ്ടാകുന്നത്, ഞാൻ ഈ വിഷയം പറയുന്നത് മാസത്തിൽ മരണം സ്കൂളിൽ ഒരു പരിപാടിക്ക് 2 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ സ്കൂളിലൊരു അധ്യാപകർ പറഞ്ഞാണ്. അങ്ങനെ അന്ന് മാധ്യമങ്ങളൊന്നും വലിയ ശ്രദ്ധയില്ലാതെ ഒരു ചരമക്കോളം ന്യൂസ് മാത്രമായിരുന്ന ഒരു 12 വയസ്സുകാരി പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് ഈ വീട്ടിലേക്ക് പോവുകയും ഈ കുടുംബാംഗങ്ങളെ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. അന്ന് ആ കുടുംബ സാഹചര്യം മനസ്സിലാക്കിയപ്പോഴാണ് അവിടെയുള്ള പ്രദേശവാസികളും അവിടെയുള്ള നമ്മുടെ പാർട്ടിയുടെയും മറ്റുമൊക്കെ പ്രവർത്തകർ, അവിടെയുള്ള നാട്ടുകാർ, പഞ്ചായത്ത് മെമ്പർമാർ ഇവരൊക്കെ വന്ന് പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ വീട്ടിൽ ഒരു ഇളയ പെൺകുട്ടിയും അതിന് താഴെ ഒരു ചെറിയ ആൺകുട്ടിയുമുണ്ട്. അവർ അവിടെ നിൽക്കുന്നത് അവരുടെ ജീവിതത്തിന് ഒട്ടും അല്ലെങ്കിൽ ഒരു ഗുണകരമാവുകയില്ല. അതുകൊണ്ട് അവരെ മറ്റെവിടേക്കെങ്കിലും മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ എന്ന ആലോചനയിൽ ഉൾപ്പെട്ടവരാണ് ഞങ്ങൾ. അന്നൊന്നും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ CPMനെതിരായിട്ടല്ല അന്ന് ആക്ഷേപം ഉയർന്നു വന്നത്. ആ ആക്ഷേപം ഉയർന്നു വരുന്നത് ഈ കേസ് പോലീസ് കേസന്വേഷണം നടത്തി, കേസന്വേഷണത്തിൻ്റെ ഇത് കോടതിയിലെത്തുന്നു. ആ ഘട്ടത്തിലാണ് ഈ പ്രതിയുമായി അല്ലെങ്കിൽ ഈ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇടപെടുന്നു എന്ന നിലയിൽ ഒരു ബോധപൂർവമായ ഒരടിസ്ഥാനവുമില്ലാത്ത, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വാർത്ത അങ്ങനെ വരുമ്പോൾ മാധ്യമങ്ങൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇടപെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് അവിടെ പോയത്? ഇവരെ ജാമ്യത്തിലെടുക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിൽ ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരു പുകമറ പോലെ വാർത്ത ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ആ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ BJPയുടെ പാലക്കാട്ട് ജില്ലാ പ്രസിഡൻ്റായിരുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇങ്ങനെ CPM അതിൻ്റെ ആളുകൾ അവിടെ പോയി എന്നൊരു പ്രചരണം നടത്തുന്നു. ആ പ്രചരണം ഏറ്റുപിടിക്കുന്നത് പിന്നെ ഈ നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഒരു നിലയിലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ക്രിമിനൽ മനോഭാവമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ വഴി സംപ്രേഷണം ചെയ്യുകയാണ്. ആ ചാനലിൽ അദ്ദേഹം പറയുന്നത് ഈ പ്രതികളെ രക്ഷിച്ചത് MP രാജേഷാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള എന്നെക്കുറിച്ച് കൂടി പരാമർശിച്ചുകൊണ്ട് പറയുക. ഇങ്ങനെ ഈ ജയശങ്കർ ഒരു കാര്യം പറയുന്നു, പിന്നീട് അതിനെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പോഴേക്കും മലയാള മനോരമ നീതി തേടിയുള്ള അമ്മയെ കൊണ്ടുവരുന്നു, പാലക്കാട് സ്റ്റേഡിയം ബസ് അടുത്ത് കൊണ്ടുവന്ന് തലമൊട്ടയടിക്കുന്നു. ആ തലമൊട്ടയടിച്ച് മലയാള മനോരമയുടെ അര പേജിലാണ് ഫോട്ടോ കൊടുക്കുന്നത്. നീതി തേടി ഒരമ്മ തലമുണ്ടനം ചെയ്യുന്നു.
പിണറായി വിജയനെതിരായി അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഇതൊക്കെ വരുമ്പോൾ വസ്തുതകൾ ആ പ്രദേശത്തുള്ള ആളുകൾക്കറിയാം. ഇവരുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു 25 വീടുകളിൽ ചെന്ന് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ പ്രാഥമികമായ വിവരങ്ങൾ കിട്ടും. ആ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി പോലും മാധ്യമങ്ങൾ തയ്യാറായില്ല. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തക പിന്നീട് പറഞ്ഞത് അവർ ഈ വിഷയങ്ങൾ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള അന്വേഷണം നടത്തി അവർക്ക് ബോധ്യമായ കാര്യങ്ങൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തിൻ്റെ ഡെസ്കിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം ഇങ്ങനെയല്ല വാർത്ത കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ആ വാർത്തയെ, ആ സ്റ്റോറിയെ മാറ്റിവെച്ചു എന്നുള്ളത് ആ മാധ്യമപ്രവർത്തകർ തന്നെ പിന്നീട് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ സമീപ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ വലിയ വലിയ ചാനലുകളുടെ മാനേജ്മെൻറ്റ് ഉടമകളൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായി വരുന്ന കാഴ്ചയും ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ വെറുതെ ഒരു ആരോപണമായിട്ട് പറഞ്ഞതല്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മാത്രമല്ല പണം പിരിയുമല്ലോ. നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. 9ഉം 12ഉം വയസ്സുള്ള 2 കുട്ടികളുടെ ദുരൂഹ മരണത്തെ സംബന്ധിച്ച് ഒരു പ്രചരണം നടത്തിയിട്ടാണ്. അല്പമെങ്കിലും മനസാക്ഷികളുടെ എല്ലാവരും സഹായിക്കുമല്ലോ ഈ ആളുകളെ, ആരാണ് സഹായിക്കാതിരിക്കുക? പക്ഷേ അതിൻ്റെ സത്യസ്ഥിതിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടിയിരുന്നത്. ഇത് നോക്കൂ, ഈ കുറ്റവാളികളായി പറയുന്ന ആളുകൾ അവർ നടത്തിയിട്ടുള്ള കുറ്റം കോടതിയിൽ തെളിഞ്ഞാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ശിക്ഷാവിധിയും അവർക്ക് മതിയായ ശിക്ഷയാവില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇന്ത്യയിൽ നിൽക്കുന്ന അങ്ങേയറ്റത്തെ ശിക്ഷ പോലും ഇവർക്ക് കുറഞ്ഞ ശിക്ഷയായിരിക്കും. 9ഉം 12ഉം വയസ്സിനിടയിൽ ആ പെൺകുട്ടികൾക്ക് ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഒന്ന് വാവിട്ട് നിലവിളിച്ച് കരയാൻ പോലും കഴിയാത്തവരായ ആ കുട്ടികൾ മാറി. ഈ സ്ത്രീ അവരോട് ചെയ്തിട്ടുള്ള ക്രൂരതകൾ ഒരു ചാനൽ വന്നിരുന്ന് പരസ്യമായിട്ട് പറയാൻ ചിലപ്പോൾ കഴിയുന്നതല്ല, അതുപോലും പറയാൻ പറ്റുന്നതല്ല. അവിടെയുള്ള ആ വീടിനടുത്തുള്ള സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാം, പലപ്പോഴും ഈ കുട്ടികളെ ചെറിയ നിലയിലെങ്കിലും ആ ഘട്ടങ്ങളിൽ സംരക്ഷിച്ചിരുന്നത് അയൽപക്കത്തെ ചേച്ചിമാരും സ്ത്രീകളുമൊക്കെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്ക് സാധാരണ നിലയിൽ നമ്മുടെ ഒരു സമൂഹത്തിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്ന് ഒരുപക്ഷെ ഏറ്റവും മോശപ്പെട്ട വൈകൃതങ്ങൾ കാണിക്കുന്ന ഒരു കഥയിലോ നോവലിലോ സിനിമയിൽ വന്നാൽ പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ അമ്മ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീയും അവരുടെ കൂടെ താമസിക്കുന്ന പുരുഷനും 2ാമത്തെയോ 3ാമത്തെയോ പുരുഷനാണ്, ഈ കുട്ടികളുടെ അച്ഛനല്ല. പക്ഷേ ഒരു അടുത്ത കാലം വരെ എങ്ങനെയായിരുന്നു പ്രചരണം? വാളയാർ കുട്ടികൾക്ക് വേണ്ടി അമ്മയും അച്ഛനും നടത്തുന്ന ഇവരുമായി ഈ സ്ത്രീയുടെ 2ാമത്തെയോ 3ാമത്തെയോ കൂടെ താമസിക്കുന്ന ഒരാളല്ല, അത് അവരുടെ സ്വകാര്യത, താമസിക്കുന്ന ഒരാളാണ്. അവരെയാണ് പക്ഷേ ഇത്തരത്തിൽ അവതരിപ്പിച്ചത്. CR നീലകണ്ഠനും ജയശങ്കറിനും ഒക്കെ ഇതിൽ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ഇവരൊക്കെ ജീവിക്കുന്ന ഒരു പണിയും എടുക്കാതെ ഈ ചാനലിൽ വന്നിരുന്ന് ചർച്ച നടത്തുന്ന ഇവരുടെ ജീവിതം ഇങ്ങനെ നടക്കുന്നത് എങ്ങനെ കേരളീയ സമൂഹം അന്വേഷിക്കേണ്ടതാണ്. ഇവരുടെ എല്ലാം ചെലവുകൾ നടന്നു പോകുന്നത് എങ്ങനെ, ആഡംബരപൂർണമായി ഇവരുടെ ജീവിതം നടന്നു പോകുന്നത് എങ്ങനെ? ഇങ്ങനെയുള്ള കേസുകളിൽ നിന്ന് ഇരകളെ ഉപയോഗിച്ച് നടത്തുന്ന സാമ്പത്തിക പിരിവ്, ആ താല്പര്യമാണ് ഇവരുടെ ലക്ഷ്യം. അതിന് കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കേരളത്തിൻ്റെ സമൂഹം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ഇതിൽ ഇവരുൾപ്പെടെയുള്ള ആളുകളുടെ പങ്കിനെക്കുറിച്ച് വെളിച്ചത്ത് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ പരാതികൾ കോടതിയിലുണ്ട്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതിൽ നമ്മൾ കാണേണ്ടത് ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ, സർക്കാർ വിരുദ്ധ വാർത്തയുടെ അടിത്തറയിലേക്ക് പോയാൽ അതിലെല്ലാം ഈ വാളയാർ കേസിന് സമാനമായ സാഹചര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് ഈ ഒരു കേസ് കൂടി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നന്ദി നിതിൻ പ്രതികരിച്ചതിന്. ശ്രീ ജയചന്ദ്രൻ, നമ്മുടെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നൽകിയ വാർത്തകളൊന്നും നമ്മൾ വീണ്ടും അത് റീവൈൻഡ് ചെയ്ത് പോകണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ആശാസമരം കാണുമ്പോൾ ഏതാണ്ടൊരു സമാനമായ സാഹചര്യം, വാളയാറിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും കേരളത്തെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? ആ വാളയാർ സമരം ഞാനത് എപ്പോഴും ഏത് ചാനലിൽ ചർച്ചയ്ക്ക് വിളിച്ചാലും ഞാൻ ചെന്ന് ചോദിക്കുന്ന പ്രശ്നം ഇത് തന്നെയാണ് ഷമ്മി.
ഈ ആശാസമരം, ആശമാരുടെ സമരത്തിൽ അതൊരു തൊഴിൽ സമരമാണോ അല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം പരിഗണിക്കേണ്ട വസ്തുത. അത് തൊഴിൽ സമരമല്ല എന്ന് ഞാൻ പറയുന്നതിന് കാരണം അവർ തൊഴിലാളികളല്ലാത്തതുകൊണ്ടാണ്. അവരെ തൊഴിലാളികളാക്കണം, അതിന് കേന്ദ്ര ഗവൺമെൻറ്റാണ്, അവർക്ക് മാത്രമാണ് അധികാരം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ LDFിൻ്റെ നിലപാട്. LDFും സംസ്ഥാന സർക്കാരും ആശാവർക്കർമാരെ തൊഴിലാളികളാക്കണം എന്ന നിലപാട് പരസ്യമായി പറയുമ്പോഴും ഞങ്ങളെ അങ്ങനെ നിങ്ങൾ തൊഴിലാളികളാക്കാൻ ശ്രമിക്കണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ ഓണറേറിയം കൂട്ടിക്കിട്ടിയാൽ മാത്രം മതി എന്നുള്ള ദുരൂഹമായ വാദങ്ങളുമായിട്ടാണ് ഈ ആശാവർക്കർമാർ നിൽക്കുന്നത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് നമ്മൾ 7,000 രൂപയാണ് കൊടുക്കുന്നതെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. 8,200 രൂപയാണ് കൊടുക്കുന്നത്. 7,000 രൂപ ഓണറേറിയമായിട്ട് കൊടുക്കുമ്പോൾ ഫിക്സഡ് ഇൻസെൻറ്റീവായിട്ട് 3,000 രൂപയുണ്ട്. ആ 3,000 രൂപയിൽ 60-40 ആണ് റേഷ്യോ. 60 യൂണിയൻ ഗവൺമെൻറ്റും 40 സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അങ്ങനെ വരുമ്പോൾ 3,000 രൂപയുടെ 40%-ആയ 1,200 രൂപ ചേർത്ത് 8,200 രൂപയാണ്. 7,000-ഉം 1,200-ഉം 8,200 രൂപയാണ് എല്ലാ മാസവും ആശാ വർക്കർമാർക്ക് പിണറായി സർക്കാർ ഓണറേറിയവുമായിട്ട് ഇൻസെൻറ്റീവുമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി വരുന്ന 3,000, വേറൊരു 3,000 ഉണ്ട് സെൻറ്ററിൻ്റെ. ആ 3,000 പെർഫോമൻസ് വൈസ് ഇൻസെൻറ്റീവാണ്. നിശ്ചിതമായ കാര്യങ്ങൾ ചെയ്താൽ കിട്ടുന്ന ഇൻസെൻറ്റീവ്, ചെയ്തില്ലെങ്കിൽ കിട്ടുകയുമില്ല. അങ്ങനെയാണ് മൊത്തത്തിൽ 13,200 എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ പറഞ്ഞ 8,200 ഫിക്സഡ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അതങ്ങനെ നിങ്ങൾക്ക് വന്നാൽ പോരാ, നിങ്ങളെ ജീവനക്കാരാക്കണം, തൊഴിലാളികളാക്കണം എന്നുള്ളതാണ് LDF ഗവൺമെന്റിന്റെയും സർക്കാർ LDF എന്ന രാഷ്ട്രീയ മുന്നണിയുടെയും സർക്കാരിന്റെയും ആവശ്യം. തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചത്, ഈ വാളയാറിലെ അതേ കോക്കസ് തന്നെ ഈ കാര്യത്തിലും സമാനമായ ഒരു ഒരു ഏകോപനം കാണിക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ എന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞ പേരുകൾ അത് പറയാം. അത് ഇതിൽ മാത്രമല്ല കേട്ടോ. ഷമ്മി, അത് പറയുമ്പോൾ ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരം SUC ആണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ സംസ്ഥാന വ്യാപകമായി വേറൊരു സമരം ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ ബന്ധപ്പെട്ട ചില നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിക്കുകയും ചെയ്തു. അതിൽ ഉന്നയിക്കാൻ പോകുന്ന ആൾക്കാരെ ഇതുപോലെ സെക്രട്ടേറിയറ്റ് തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ തലങ്ങളിലോ സത്യാഗ്രഹം ഇരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന വിഷയം നെൽകർഷകരുടെ പ്രശ്നമാണ്. ഈ കൊയ്ത്ത് കഴിഞ്ഞ് സപ്ലൈകോ ആണല്ലോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് നെല്ലെടുക്കുന്നത്. അതിൽ ഏജന്റന്മാരും മില്ലുകാരും അവരുടെ ഏജന്റന്മാരും. അപ്പോൾ ഈ ഏജന്റന്മാർ വന്നിട്ടാണ് നെല്ലെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞ് കിഴിവ് ഈടാക്കുന്ന പ്രവണതയുണ്ട്. 17-ൽ കൂടുതലാണ് മോയ്സ്ചർ കണ്ടന്റ് എങ്കിൽ ഓരോ കിലോഗ്രാമിനും 1 കിലോ വീതം നെല്ല് മോയ്സ്ചർ കണ്ടന്റ് എടുക്കും. അപ്പം അത് പുതിയൊരു വിഷയമാക്കി സർക്കാരിനെതിരെ കർഷകരെ സംഘടിപ്പിച്ച് സമരം ചെയ്യാനാണ് തങ്ങളുടെ പദ്ധതി എന്ന് പറയുന്ന 3-4 പേരുടെ, ഈ കൂട്ടരുടെ 3-4 പേരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ഞാൻ കാണുകയുണ്ടായി. അപ്പൊ ഉന്നയിക്കാൻ പോകുന്ന പുതിയൊരു വിഷയം അതാണ്. തൊട്ടിപ്പുറത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കാണാമല്ലോ, അങ്കണവാടി ജീവനക്കാരുടെ സമരം നടത്തുന്നു. ആശാവർക്കർമാരുടെ സമരത്തിൽ INTUC പരസ്യമായി ഇതിനെ തള്ളി പറയുന്നു. SUC ആണ് സമരം നടത്തുന്നത്, അത് ശരിയല്ല, സമരത്തിൽ ഇങ്ങനെയല്ല ഇടപെടേണ്ടത് എന്ന് കോൺഗ്രസിനെ ഇവർ തിരുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ കോൺഗ്രസ് തിരുത്തുന്നില്ല, തങ്ങൾ പിന്തുണ കൊടുക്കും. തീർച്ചയായിട്ടും ജയചന്ദ്രൻ, പഴയതുപോലെ കാര്യങ്ങളൊന്നും അങ്ങനെ അങ്ങ് യേശുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വൈക്ലഭ്യം ഇവർക്കൊക്കെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ സമരങ്ങളൊക്കെ CCI ആശാസമരത്തിൻ്റെ യാഥാർത്ഥ്യമൊക്കെ കേരള ജനത നല്ലതുമെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹത്തിന് കൃത്യമായ ധാരണയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൻ്റെ ആവേശമൊക്കെ പതുക്കെ മാധ്യമങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും വാളയാറുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നു എന്നുള്ളതാണ്. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി നിതിൻ, ഒപ്പം ജയചന്ദ്രൻ. ദില്ലിയിൽ ജഡ്ജിയുടെ വസതിയിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണ സമിതിയുടെ തെളിവെടുപ്പ് അവസാനിച്ചു. അന്വേഷണ സംഘം യശ്വന്ത് വർമ്മയുടെ മൊഴിയെടുത്തതായും റിപ്പോർട്ട്. സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ സംഘമാണ് പരിശോധനയ്ക്കായി ജഡ്ജിയുടെ വസതിയിൽ എത്തിയത്. അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്? ഈ യശ്വന്ത് വർമ്മ ഈ ഒരു ആരോപണം നിഷേധിച്ചിരിക്കുകയാണല്ലോ.
ഷമ്മി, തീർച്ചയായും സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള 3 അംഗ സംഘത്തിൻ്റെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് യശ്വന്ത് വർമ്മയുടെ വീട്ടിലെത്തി ഈ 3 അംഗ സംഘം അന്വേഷണം ആരംഭിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ തന്നെയും സമാഹരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 40 മിനിറ്റോളം ഈ 3 അംഗ സംഘം ഈ വീട്ടിലുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ ഈ യശ്വന്ത് വർമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ട്. അതേസമയം ഈ വീട്ടിലുണ്ടായിരുന്ന ഈ അപകടം നടക്കുന്ന സമയത്ത്, തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്ന തൊഴിലാളികളെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭ്യമാക്കുന്നത്. എന്തായാലും ഈ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള 3 അംഗ സംഘത്തിൻ്റെ അന്വേഷണം അത് കൃത്യമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ തന്നെയും വളരെ വേഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഈ കൊളീജിയം നിയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള ഈ 3 അംഗ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ തെളിവെടുക്കുന്നതിനും അതുപോലെ ഇത്തരത്തിൽ ഈ മൊഴി രേഖപ്പെടുത്തുന്നതിനും വേണ്ടി ഇവിടെ എത്തിയത്. എന്തായാലും ഈ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ തന്നെയും നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരണത്തിന് ഇതുവരെയും ഈ 3 അംഗ സംഘം തയ്യാറായിട്ടില്ല. നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നെങ്കിൽ പോലും ഇത് ഒരു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കൃത്യമായത് റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിക്കും എന്നുള്ള ഒരു നിലപാടാണ് ഈ 3 അംഗ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുമായി പ്രതികരിക്കാൻ ഇതുവരെയും ഈ 3 അംഗ സംഘം തയ്യാറായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ തീപിടുത്തമുണ്ടായ മേഖലകളൊക്കെ തന്നെയും പരിശോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത് സ്റ്റോർ റൂമിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാവുകയും ഈ തീപിടുത്തത്തിന് പിന്നാലെ കോടിക്കണക്കിന് രൂപയുടെ പണം കണ്ടെത്തുകയും, കത്തിക്കരിഞ്ഞ നിലയിൽ പണം കണ്ടെത്തുകയും ചെയ്തത്. ഈ പണം എങ്ങനെ വന്നു എന്നതോടൊക്കെ തന്നെയും വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം സുപ്രീം കോടതി യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റണം എന്ന ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിലുള്ള ഒരു ശുപാർശ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതി നൽകിയിരുന്നു. എന്തായാലും ഈ ശുപാർശ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം ഈ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ഇത്തരത്തിൽ ഈ കുറ്റാരോപിതരായിട്ടുള്ള ജഡ്ജിമാരെയും അതോടൊപ്പം അഭിഭാഷകരെയും സ്ഥലം മാറ്റുന്നതിലും വലിയ പ്രതിഷേധവുമായി അലഹബാദ് ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷൻ ഒക്കെ തന്നെയും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ ആരോപണ വിധേയരായവരെ തള്ളുന്ന ഒരു അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തള്ളുന്ന ഒരു സമീപനം സുപ്രീം കോടതിയുടെ ഭാഗത്തും ഉണ്ടാകുന്നു. അത് അംഗീകരിക്കാനാകില്ല ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ. റഷീദ്, കേസുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ടല്ലോ. അതായത് ഈ കത്തിക്കരിഞ്ഞ നോട്ട് പൂർണ്ണമായും മാറ്റി എന്നൊരു വാർത്ത പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് കേസ് എടുക്കാൻ വൈകി എന്നൊരു വിഷയം. അതുകൊണ്ട് തന്നെ അവിടെ ആദ്യം എത്തിയ ദില്ലി പോലീസുമായി ബന്ധപ്പെട്ട പോലീസുകാരുടെ ഫോൺ പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അവിശ്വാസം ഉള്ളതായി ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ദില്ലി ഫയർഫോഴ്സിൻ്റെ മേധാവി പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു നോട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞൊരു നിഷേധക്കുറിപ്പ് അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ദില്ലി പോലീസ്. ഈ ദില്ലി പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ പറയുന്നത് സുപ്രീം കോടതിക്ക് ഒരു അവിശ്വാസം. അതായത് ഈ ജഡ്ജി ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ ഉള്ള നീക്കം ദില്ലി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം കോടതിക്കുള്ള പോലെ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ഹോളി ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അതായത് 14-ാം തീയതിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാവുകയും പിന്നീട് ഈ തീപിടുത്തത്തിനിടയിൽ കോടിക്കണക്കിന് രൂപ നശിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. പക്ഷേ ആഴ്ചകളോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിവരം പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സംശയത്തിന് മുന്നിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു അപാകതയുണ്ടാകുന്നത് ഈ ജുഡീഷ്യറിയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിൽ ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഈ പോലീസ് കണ്ടെത്തിയതായി പറയുന്ന നോട്ടുകെട്ടുകൾ ആരാണ് ഈ സംഭവ സ്ഥലത്ത് നിന്നും, അതായത് തീപിടിച്ച സ്ഥലത്ത് നിന്നും മാറ്റിയത് എന്നുള്ളത് ഇതുവരെയും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. അതോടൊപ്പം ഈ നോട്ടുകൾ വർമ്മയുടെ വീട്ടുകാരുമായോ അല്ലെങ്കിൽ ഈ വീട്ടിലുണ്ടായിരുന്ന ജീവനക്കാരുടെയോ സാന്നിധ്യത്തിൽ പോലീസ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. അതോടൊപ്പം പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പ്രകാരം അന്ന് രാത്രി തന്നെയാണോ, അതായത് ഈ അപകടം നടന്ന അന്ന് രാത്രി തന്നെയാണോ
അതോ പിറ്റേന്ന് രാവിലെയാണോ ഈ നോട്ടുകെട്ടുകളൊക്കെ തന്നെ മാറ്റിയത് എന്നുള്ളതിലും ഒരു വ്യക്തത ദില്ലി പോലീസ് നൽകിയിട്ടില്ല. എന്തായാലും ഇതിനൊക്കെ തന്നെ വ്യക്തത വരുത്തേണ്ടത് തീർച്ചയായിട്ടും ദില്ലി പോലീസ് തന്നെയാണ്. അതോടൊപ്പം ഈ കത്തിക്കരിഞ്ഞിട്ടുള്ള പണം കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ അതിനൊരു കാവൽ ഏർപ്പെടുത്തുന്ന നടപടിയിലേക്കോ ദില്ലി പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള വിഷയമാണ്. കാരണം ഈ പണം ഇപ്പോൾ നിലവിൽ എവിടെയാണ് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ദില്ലി പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഈ കാര്യവും കൂടി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകുന്നതാണ്. അതോടൊപ്പം ഈ സ്റ്റോർ റൂമിലേക്ക് ഈ സംഭവ സ്ഥലത്തും ഈ തീപിടുത്തം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ തീപിടുത്തത്തിന് മുമ്പും ആരൊക്കെ വന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി CCTV പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ്. അതിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ദില്ലി പോലീസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. CCTV പരിശോധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കുന്നതിന് ആവശ്യമായ നടപടികൾ പോലും സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും ദില്ലി പോലീസ് ഇതുവരെ. ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ സുപ്രീം കോടതിയുടെ തെളിവെടുപ്പ് പൂർത്തിയായി. സാമൂഹ്യ സൂചികയിലും കേരളം നമ്പർ 1 എന്ന് സർവേ ഫലം. പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹ്യ സൂചികയിൽ കേരളം ഒന്നാമതാണെന്ന് ഇന്ത്യ ടുഡേ പുറത്തുവിട്ട പ്രഥമ പെരുമാറ്റ സർവേ ഫലം വ്യക്തമാക്കുന്നു. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളാണ് സൂചികയിൽ അവസാന സ്ഥാനക്കാർ. 21 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടെ രാജ്യവ്യാപകമായി നടത്തിയ പ്രഥമ പെരുമാറ്റ സർവേ റിപ്പോർട്ടാണ് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടത്. പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹ്യ സൂചികയിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണെന്ന് സർവേ വിലയിരുത്തുന്നു. പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനക്കാർ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളാണ്. 30 വ്യത്യസ്തമായ ചോദ്യങ്ങൾ 4 വിഭാഗമായി തിരിച്ചാണ് സർവേ നടത്തിയത്. ഇവയിൽ പൊതുസുരക്ഷയിൽ കേരളം തന്നെയാണ് നമ്പർ 1. ഹിമാചൽ പ്രദേശാണ് രണ്ടാമത്. പൊതുസുരക്ഷയിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP 22ാം സ്ഥാനത്താണ്. വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും വിവേചനങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന സംസ്ഥാനവും കേരളമാണെന്ന് സർവേ പറയുന്നു. വിവിധ മതവിഭാഗങ്ങൾ ഇടകലർന്നുള്ള ജീവിതത്തെ കേരളത്തിലെ 70% ആളുകളും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ BJP ഭരിക്കുന്ന മധ്യപ്രദേശ് മതനിരപേക്ഷതയെ അംഗീകരിക്കുന്നില്ല. തൊട്ടുപിന്നിലുള്ള UPയും സമാന ചിന്താഗതിക്കാരാണ്. സ്ത്രീ പുരുഷ സമത്വത്തിലും കേരളം മുന്നിൽ നിൽക്കുമ്പോൾ UP തന്നെയാണ് പിന്നിൽ. ഉത്തർപ്രദേശിലെ 97% വീടുകളിൽ പുരുഷ മേധാവിത്വം ആഗ്രഹിക്കുന്നവരാണ്. കേരളത്തിൽ 75% പുരുഷ മേധാവിത്വം എതിർക്കുന്നവരും 93% സ്ത്രീക്കും പുരുഷനും വിദ്യാഭ്യാസത്തിന് തുല്യ അവകാശമുണ്ടെന്ന് വാദിക്കുന്നവരുമാണ്. ഗുജറാത്തിൽ 22% സ്ത്രീ പുരുഷ സമത്വത്തെ എതിർക്കുന്നതായും സർവേ ചൂണ്ടിക്കാട്ടുന്നു. BJPയും കോൺഗ്രസും കേരളത്തിനെതിരെയും LDF സർക്കാരിനെതിരെയും രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമാക്കി കുപ്രചരണങ്ങൾ നടത്തുമ്പോഴാണ് ഒരു ദേശീയ മാധ്യമത്തിന്റെ സർവേ കൂടി പുറത്തുവരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ ചേരുന്നു. ജയചന്ദ്രൻ, ഇന്ത്യ ടുഡേയുടെ വളരെ വിശദമായ ഒരു സർവേയാണ് ഈ ലക്കത്തിൽ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതാണ്ട് 20 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിലും അടക്കം അവർ സർവേ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഏതാണ്ട് മിക്ക മേഖലയിലും കേരളത്തിന് ഒന്നാമത് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനം ഒന്നാമതായി തന്നെ നിൽക്കുന്നു. പല വിഷയങ്ങളിലും തമിഴ്നാട് നമ്മളോട് ചേർന്ന് തന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സംഘപരിവാറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നിരന്തരം നമ്മളെ, സംസ്ഥാനത്തെ, നമ്മളുടെ സാക്ഷരതയെ, 100% ലിറ്ററസിയെ ഒക്കെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സർവേ ഫലം പുറത്തു വരുന്നത്. ജയചന്ദ്രൻ. അതേസമയം ഇതില് ഏറ്റവും പ്രധാനമായി എനിക്ക് എടുത്തു പറയാൻ ആഗ്രഹമുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കാര്യം ഈ നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകിച്ചും കാണേണ്ട ഒരു കാര്യം. ജയചന്ദ്രൻ ഇപ്പോൾ താങ്കളിലേക്ക് തിരികെ എത്താൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സിബി ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, ഈ റിപ്പോർട്ട് മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണാൻ കഴിയുക? ഷമ്മി, ഇന്നിപ്പോൾ 21 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ രാജ്യവ്യാപകമായി നടത്തിയ ഒരു പ്രഥമ പെരുമാറ്റ സർവേയാണ് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടത്. അതിൽ പ്രധാനമായും പൊതുസുരക്ഷയുണ്ട്, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ അത് ഉൾപ്പെടുന്ന സാമൂഹ്യ സൂചികയാണ്. ആ സാമൂഹ്യ സൂചികയിലാണ് രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണെന്നുള്ള ഒരു
വിലയിരുത്തൽ ഈ സർവേ നടത്തിയിരിക്കുന്നത്. അതിൽ ഇവർ പറയുന്നത് 30 വ്യത്യസ്തമായ ചോദ്യങ്ങൾ 4 വിഭാഗങ്ങളായി തിരിച്ചാണ് സർവേ നടത്തിയതെന്നും ഇവർ വിശദീകരിക്കുന്നു. ഇതിൽ ഈ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ കേരളമാണ്, രണ്ടാമത് തമിഴ്നാട്. എന്നാൽ ഇതിൽ ഏറ്റവും അവസാന സ്ഥാനക്കാർ, അതായത് 22ാമത്തെയും 21ാമത്തെയും സ്ഥാനക്കാർ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ കേരളം പൊതുസുരക്ഷയിൽ ഏറ്റവും ഒന്നാമതെന്ന് പറയുമ്പോൾ ഇവിടെ ഹിമാചൽ പ്രദേശ് രണ്ടാമതും, ഈ പൊതുസുരക്ഷയിൽ യോഗി ആദിത്യനാഥിന്റെ UP 22ാം സ്ഥാനത്തുമാണ്. ഇനി വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും വിവേചനങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന സംസ്ഥാനം നോക്കുമ്പോൾ അവിടെയും കേരളമാണ് മുന്നിലെന്ന് ഈ സർവേ പറയുന്നു. ആ വിവിധ മതവിഭാഗങ്ങൾ ഇടകലർന്നുള്ള ജീവിതം, അതിലും കേരളത്തിലെ 70% ആളുകളും അത് ഇഷ്ടപ്പെടുകയും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഈ മതനിരപേക്ഷത മധ്യപ്രദേശിൽ അല്പം പോലുമില്ല. UP തൊട്ടുപിന്നിൽ UPയിലും അത്തരത്തിൽ ഒരു മതനിരപേക്ഷ മനസ്സില്ല എന്നുള്ളതാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന് സ്ത്രീ പുരുഷ സമത്വമാണ്, അതിലും കേരളമാണ് മുന്നിൽ. എന്നാൽ UP അതിൽ ഏറെ പിന്നിലാണ്. മാത്രമല്ല ഉത്തർപ്രദേശിലെ 97% പേരും ആ വീടുകളിൽ പുരുഷ മേധാവിത്വം ആഗ്രഹിക്കുന്നവരാണ് എന്നതാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ കേരളത്തിൽ 75% പുരുഷ മേധാവിത്വം എതിർക്കുന്നവരും 93% സ്ത്രീക്കും പുരുഷനും വിദ്യാഭ്യാസത്തിൽ തുല്യത വേണമെന്ന് വാദിക്കുന്നവരുമാണ്. എന്നാൽ ഗുജറാത്തിലേക്ക് പോകുമ്പോൾ അത് 22% സ്ത്രീ പുരുഷ സമത്വത്തെ എതിർക്കുന്നവരുമാണ്. അങ്ങനെയാണ് ഈ ഒരു സർവേ ഇവർ അക്കമിട്ട് നിർത്തുന്നത്. എന്തായാലും മൊത്തത്തിൽ സാമൂഹ്യ സൂചിക നോക്കുമ്പോൾ കേരളം ഒന്നാമതെന്ന്, നമ്പർ 1 എന്ന് കൃത്യമായി ഇന്ത്യ ടുഡേ സർവേ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്ദി ഏറ്റവും CB വിവരങ്ങൾ നൽകിയെന്നതിന്. ജയചന്ദ്രൻ, ഇതാണ് ഇപ്പം മധ്യപ്രദേശിൻ്റെയും അതുപോലെ തന്നെ UPയുടെയും കാര്യം പറഞ്ഞു. മതേതരമായ ഒരു ചിന്ത ആ നാട്ടിൽ തീരെയുമില്ല എന്നുള്ളതാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. അവിടെയൊക്കെയാണ് നമ്മുടെ സംസ്ഥാനം ഒന്നാമത് നിൽക്കുന്നതും. ഇതിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ കാര്യം ഷമി, ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഈ പിന്നെ സ്ത്രീകളുടെ വരുമാനത്തിൻ്റെ അവകാശം. അത് ഞാൻ ഏറ്റവും ശ്രദ്ധേയമായി കണ്ട ഒരു സംഗതി അതായിരുന്നു. സ്ത്രീകൾ വരുമാനം മറ്റേത് ഇന്ത്യൻ സംസ്ഥാനത്തെക്കാളും കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ് കേരളം എന്ന് 2024 ഡിസംബറിലെ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട്, ഇന്ത്യ ടുഡേ റിപ്പോർട്ട് വരുമ്പോഴേക്ക് അതിൽ വേറൊരു കണ്ടെത്തലാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. സ്ത്രീകളുടെ വരുമാനം ഇങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേരളത്തിലാണെങ്കിലും ഇവിടെ സ്ത്രീകൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ അവർക്കുള്ള അവകാശം, അതിന്റെ ശതമാന കണക്കാണ് അവർ വ്യക്തമാക്കുന്നത്. അതിൽ കേരളത്തിൽ ജോലി എടുക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ വരുമാനത്തിന്റെ അവകാശം അവർക്ക് തന്നെയാണ് എന്ന് കേരളത്തിലെ 91% ജനങ്ങളും അംഗീകരിക്കുന്നു, പറയുന്നു ഈ സർവേയിൽ. അതാണ് ഏറ്റവും പ്രധാനം. അതേസമയം ഇതിന്റെ ശതമാന കണക്ക് ഒഡീഷയിൽ പിന്നെ അതാണ് ഞെട്ടിപ്പിക്കുന്ന സംഗതി. 27% പേർക്ക് അവിടെ പറയുന്നുള്ളൂ, അത്രയും പേര് അവിടെ പറയുന്നുള്ളൂ സ്ത്രീകൾ കിട്ടുന്ന വരുമാനത്തിന്റെ അവകാശം അവർക്ക് തന്നെയാണ് എന്നുള്ളത്. ഒഡീഷയിൽ 27%, മധ്യപ്രദേശിൽ 25%, UPയിൽ വരുമ്പോൾ 16% ഇത് കുറയുന്നുണ്ട്. അപ്പൊ സ്ത്രീകളോടുള്ള ഈ സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്ന ഈ സംസ്ഥാനങ്ങൾക്ക് സ്ത്രീകളോടുള്ള പരിഗണന എന്താണെന്നുള്ളത് ഏറ്റവും വലിയ സൂചകമായി തന്നെ തീരുന്നുണ്ട് ഈ റിപ്പോർട്ട് എന്നുള്ളതാണ് ഞാൻ കണ്ട ശ്രദ്ധേയമായ ഒരു സവിശേഷത. അത് ഈ സ്ത്രീ തുല്യത എന്ന് പറയുന്നത് വാക്കിൽ മാത്രമല്ല, ജെൻഡർ ഇക്വാലിറ്റി എന്ന് അങ്ങനെ ഇവർ പറയുന്നത്. ജെൻഡർ ഇക്വാലിറ്റിയിൽ കേരളം ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. അത്തരം ഘടകങ്ങൾ കേരളത്തിൽ പരിഗണിക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഈ സ്ത്രീ പുരുഷ തുല്യതയിൽ മാത്രമല്ല, സാമൂഹിക വികസന മേഖലകളിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ആ മനുഷ്യവിഭവ സൂചികകളിൽ നമ്മൾ വന്നിട്ടുള്ള മുന്നേറ്റങ്ങൾ, ആരോഗ്യ മേഖലയിൽ, സാക്ഷരതയിൽ, പിന്നെ പൊതുജനാരോഗ്യത്തിലൊക്കെ വന്നിട്ടുണ്ടത്. ആ വന്നിട്ടുള്ളതിനെ അതുപോലൊക്കെ തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യമുള്ളതോ ആയ നിലയിലാണ് ഈ വിഷയങ്ങൾ. തീർച്ചയായും ജയചന്ദ്രൻ, അവിടെയാണ് BJPയുടെ നേതാക്കന്മാരൊക്കെ വന്നിട്ട് പറയുന്നത് കേരളത്തെ ഞങ്ങൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ വികസിപ്പിക്കും, അവരുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ ഇവിടെ വന്ന ഇടയ്ക്ക് BJPയുടെ നേതാക്കൾ പറഞ്ഞിട്ട് പോകാറുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ആൾക്കാരും പറയുന്നത് നമ്മൾക്ക് വികസനമില്ല, അല്ലെങ്കിൽ നമ്മളെല്ലാ കാര്യത്തിലും കള്ളക്കണക്ക് വെച്ച് പ്രചരിപ്പിക്കുകയാണെന്നൊക്കെയാണ്. എന്തായാലും സാമ്പത്തികമായി മാത്രമല്ല, സാമൂഹികമായി മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും പൊതു ഇടങ്ങളിലെ പെരുമാറ്റം, ഒപ്പം സ്ത്രീകളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള സ്ത്രീകളുടെ സുരക്ഷ അടക്കം എല്ലാ മേഖലയിലും കേരളം 1-ാം നമ്പർ തന്നെയാണ് എന്ന് ഇന്ത്യ ടുഡേയുടെ സർവേ വ്യക്തമാക്കുന്നു. വളരെ നന്ദി ജയചന്ദ്രൻ പ്രതികരിച്ചതിന്. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ